നമസ്കാരം. എൻ്റെ പേര് അമൽ അമ്പലത്ര. ഞാൻ നിംബസ് സ്പെഷ്യൽ കോച്ചിങ് സെൻറ്റർ അവനവഞ്ചേരിക്ക് വേണ്ടി ഹിസ്റ്ററി വിഷയം കൈകാര്യം ചെയ്യുന്ന അധ്യാപകനാണ്. ഇപ്പോൾ നമുക്കെല്ലാം അറിയാം, കൊറോണ എന്ന് പറയുന്ന മഹാമാരിയുടെ പിടിയിൽപ്പെട്ട് ക്ലാസ്സുകളെല്ലാം ഓൺലൈനായിട്ട് ചുരുങ്ങുന്ന ഈ അവസരത്തിൽ നിങ്ങൾക്ക് വേണ്ടി 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ 1ാമത്തെ അധ്യായം പഠിപ്പിക്കാനാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അധ്യായത്തിൻ്റെ പേര് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ അല്ലെങ്കിൽ റെവല്യൂഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ്. ലോകത്തെ സ്വാധീനിച്ച 5 വിപ്ലവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ 1ാമത്തെ വിപ്ലവം എന്ന് പറയുമ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ അമേരിക്കൻ റെവല്യൂഷൻ. 2ാമത്തത് ഫ്രഞ്ച് റെവല്യൂഷൻ അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവം. 3ാമത്തത് ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. 4ാമത്തത് റഷ്യൻ വിപ്ലവം അല്ലെങ്കിൽ റഷ്യൻ റെവല്യൂഷൻ. അവസാനത്തത് ചൈനീസ് റെവല്യൂഷൻ അല്ലെങ്കിൽ ചൈനീസ് വിപ്ലവം. ഈ പാഠങ്ങളും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും പഠിക്കുന്നതിന് മുമ്പായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ചെറിയ ലഘുവായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എന്താണ് വിപ്ലവം അല്ലെങ്കിൽ റെവല്യൂഷൻ എന്നുള്ളതാണ്. മറ്റൊന്നുമില്ല, വിപ്ലവം എന്ന് പറഞ്ഞാൽ മാറ്റം എന്നാണ് അർത്ഥം, ചേഞ്ച്. അതുവരെ നിലനിന്നിരുന്ന സ്ഥിതിയിൽ നിന്നും മാറിയുള്ള പുതിയ ഭരണം നിലവിൽ വരിക. അങ്ങനെ പുതിയ ഭരണം നിലവിൽ വന്നാൽ അവിടെ വിപ്ലവം നിലവിൽ വന്നു. അല്ലെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന സ്ഥിതികൾ മാറി പുതിയ സ്ഥിതി, പുതിയൊരു അവസ്ഥ, പുതിയൊരു അന്തരീക്ഷം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ വിപ്ലവം എന്ന് അല്ലെങ്കിൽ റെവല്യൂഷൻ എന്ന് പറയും. ഇതിൽ പ്രധാനമായും നമ്മൾ പഠിക്കാൻ പോകുന്നത് 1ാമത്തെ റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ അമേരിക്കൻ റെവല്യൂഷൻ അല്ലെങ്കിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്നുള്ളതാണ്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അതായത് 16ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ നിന്നും വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറുന്ന ഒരവസ്ഥ ഉണ്ടായി. ഫ്രം ദ 16th century onwards, the Europeans began to migrate to North America. അതായത് ഈ പറഞ്ഞതുപോലെ 16ാം നൂറ്റാണ്ട് കാലയളവുകളിൽ യൂറോപ്പിൽ നിന്നും ഒരു വിഭാഗം ആൾക്കാർ എങ്ങോട്ട് കുടിയേറി? നമ്മുടെ വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറി, മൈഗ്രേറ്റ് ചെയ്തു. എന്തിനാണ് അവരങ്ങനെ കുടിയേറിയത്? അതായത് ഈ യൂറോപ്പിലുള്ള ആൾക്കാർ എന്തിനാണ് വടക്കേ അമേരിക്കയിലേക്ക് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു അവിടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അല്ലെങ്കിൽ വിഭവങ്ങൾ കൈയടക്കാൻ വേണ്ടിയാണ് അവർ യൂറോപ്പിൽ നിന്നും വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറിയത്. ദ മേജർ എയിം ഓഫ് ദ യൂറോപ്യൻസ് വാസ് ടു എക്സ്പ്ലോർ ദ റിസോഴ്സ്. അതായത് അമേരിക്കയിലെ വിഭവങ്ങൾ, അമേരിക്കയിലുള്ള കാര്യങ്ങളൊക്കെ കൈയടക്കുക എന്നുള്ളതായിരുന്നു ആരുടെ ലക്ഷ്യം? ഈ യൂറോപ്പിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയ ആൾക്കാരുടെ ലക്ഷ്യം. അതിനുവേണ്ടി അവർ ചെയ്ത കാര്യമെന്ന് പറഞ്ഞാൽ 18ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ യൂറോപ്പിലുള്ള ആൾക്കാർ വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരത്ത് 13 കോളനികൾ സ്ഥാപിച്ചു. വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരത്ത് 13 കോളനികൾ അവർ സ്ഥാപിച്ചു. ഇംഗ്ലണ്ട് ഹാഡ് എസ്റ്റാബ്ലിഷ്ഡ് 13 colonies in the eastern part of North America. നോർത്ത് അമേരിക്കയുടെ അതായത് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരത്ത് 13 കോളനികളായി സ്ഥാപിച്ചു. നമ്മുടെ ഈ യൂറോപ്യന്മാർ അല്ലെങ്കിൽ ഇംഗ്ലണ്ടുകാർ സ്ഥാപിച്ചു. എന്തിനായിരുന്നു അവരങ്ങനെ സ്ഥാപിച്ചത്? ഈ അമേരിക്കയിലെ സാധനങ്ങളെല്ലാം യൂറോപ്പിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി, അമേരിക്കയെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി, അമേരിക്കയെ എക്സ്പ്ലോർ ചെയ്യുന്നതിന് വേണ്ടിയാണ് അവർ വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരത്ത് 13 കോളനികൾ സ്ഥാപിച്ചത്. ഈ 13 കോളനിയിൽ നിന്നും റോ മെറ്റീരിയൽ എല്ലാം അവർ എടുത്തുകൊണ്ട് പോയി. പകരം അവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അമേരിക്കയിൽ കൊണ്ടുവന്ന് എവിടെ നമ്മുടെ യൂറോപ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂറോപ്പിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ അമേരിക്കയിലേക്ക് കൊണ്ടുവന്ന് അമേരിക്കക്കാർക്ക് വളരെ വലിയ വിലയ്ക്ക് അത് വിറ്റു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലൂടെ അമേരിക്കക്കാരെ പരമാവധിയായി അവർ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു. ഈ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവർ നമ്മുടെ വടക്കേ അമേരിക്കയിലെ നോർത്ത് അമേരിക്കയിലെ കിഴക്കൻ തീരത്ത് ഈസ്റ്റേൺ പാർട്ടിൽ 13th കോളനി 13 കോളനികൾ സ്ഥാപിച്ചത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്ഥിരമായി SSLCക്ക് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലോട്ട് നമുക്ക് കടക്കാം. എന്താണ് മെർക്കന്റിലിസം? മെർക്കന്റിലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിന്റെ സഹായത്തോടെ കച്ചവടക്കാർ, യൂറോപ്യന്മാരായിട്ടുള്ള കച്ചവടക്കാർ അമേരിക്കയിൽ നടപ്പാക്കിയ നയമാണ്, പോളിസിയാണ് മെർക്കന്റിലിസം എന്ന് പറയുന്നത്. ഒന്നും കൂടി പറഞ്ഞുതരാം. ഇംഗ്ലണ്ടിന്റെ സഹായത്താൽ കച്ചവടക്കാർ അമേരിക്കയിൽ നടപ്പാക്കിയ നയങ്ങളാണ് മെർക്കന്റിലിസം.
The policy implemented by the British merchants with the help of their motherland in American colonies is known as mercantilism. അപ്പോൾ ഈ മെർക്കന്റിലിസവുമായി ബന്ധപ്പെട്ട് അവർ പ്രധാനമായും 5 നിയമങ്ങൾ അവിടെ കൊണ്ടുവന്നു. ഈ 5 നിയമങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ് മെർക്കന്റിലിസം എന്ന് പറയുന്ന നയം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ 5 നിയമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത്, കോളനിയിൽ നിന്നും, പ്രത്യേകം ശ്രദ്ധിക്കണം, അമേരിക്കൻ കോളനിയിൽ നിന്നും അമേരിക്കയെ തന്നെ മറ്റൊരു കോളനിയിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ അല്ലെങ്കിൽ ആ അമേരിക്കൻ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമേ പാടുള്ളൂ. ഇതാണ് ഒന്നാമത്തെ മെർക്കന്റിലിസ്റ്റ് നിയമം. അതായത് the goods from the colonies must be carried only in British ships or ships built in the British colony. അതായത് ആദ്യമേ പറഞ്ഞ പോലെ അമേരിക്കയിൽ 13 കോളനികൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ 13 കോളനികൾ ഉണ്ടെങ്കിൽ ഒരു കോളനിയിൽ നിന്നും വേറൊരു കോളനിയിലേക്ക് സാധനങ്ങൾ, ഗുഡ്സ് കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് ഷിപ്പിലോ ഇംഗ്ലീഷ് കപ്പലുകളിലോ അല്ലെങ്കിൽ ആ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമേ പാടുള്ളൂ. പുറത്തുനിന്നുള്ള ഒരു കപ്പലിലും സാധനങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ മെർക്കന്റിലിസ്റ്റ് നിയമം. ഇനി രണ്ടാമത്തെ മെർക്കന്റിലിസ്റ്റ് നിയമം എന്ന് പറയുന്നത്, കോളനികളിലെ, അമേരിക്കൻ കോളനികളിലെ നിയമപരമായ രേഖകളിൽ ഇംഗ്ലണ്ടിന്റെ സ്റ്റാമ്പ് പതിപ്പിക്കണം. ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി അഫിക്സ്ഡ് ഓൺ ഓൾ ലീഗൽ ഡോക്യുമെന്റ്സ്. അമേരിക്കൻ കോളനിയിൽ ഇറക്കുന്ന ഏതൊരു നിയമപരമായിട്ടുള്ള കാര്യത്തിനും, അമേരിക്കൻ കോളനിയിൽ ഇറക്കുന്ന നിയമപരമായിട്ടുള്ള എല്ലാ രേഖകളിലും ഇംഗ്ലണ്ടിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള മുദ്ര, അവരുടെ സ്റ്റാമ്പ് പതിപ്പിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ മെർക്കന്റിലിസ്റ്റ് നിയമം. ഇനി മൂന്നാമത്തെ മെർക്കന്റിലിസ്റ്റ് നിയമം എന്ന് പറയുന്നത്, കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി നികുതി കൊടുക്കണം, ഇറക്കുമതി ചുങ്കം കൊടുക്കണം. Import tax must be paid for the import of tea, glass and paper. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇംഗ്ലണ്ടുകാർ അമേരിക്കയെ കോളനിയാക്കി വെച്ചിട്ട് അവർ അവിടെ നടപ്പാക്കിയ ഒരു നിയമം അല്ലെങ്കിൽ നയമാണ് മെർക്കന്റിലിസം. അതിന്റെ ഫലമായിട്ട് അവരവിടെ നടപ്പാക്കിയ പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, കോളനികളിൽ നിന്ന് കോളനികളിലേക്ക് ഇംഗ്ലീഷ് കപ്പലുകളിൽ മാത്രമേ സാധനങ്ങൾ കൊണ്ടുപോകാവൂ, അല്ലെങ്കിൽ ആ അമേരിക്കൻ കോളനികൾ നിർമ്മിച്ച കപ്പലുകളിൽ മാത്രമേ സാധനങ്ങൾ കൊണ്ടുപോകാവൂ. 2, ഈ അമേരിക്കയിൽ ഇറക്കുന്ന എല്ലാ നിയമപരമായിട്ടുള്ള രേഖകളിലും ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിപ്പിക്കണം. 3, ആ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, അതുപോലെ പേപ്പർ എന്നിവയ്ക്ക് ഇമ്പോർട്ട് ടാക്സ് അല്ലെങ്കിൽ ഇറക്കുമതി ചുങ്കം കൊടുക്കണം എന്നുള്ളതാണ് ആ 3. ഇനി നാലാമത്തത്, കോളനികളിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിന് വേണ്ട ആഹാരവും താമസ സൗകര്യവും ഒരുക്കാനുള്ളത് ഈ അമേരിക്കൻ കോളനിയിലെ ആളുകളായിരുന്നു. അതാണ് നാലാമത്തെ മെർക്കന്റിലിസ്റ്റ് നിയമം. കോളനീസ് മസ്റ്റ് പ്രൊവൈഡ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ് ഫോർ ദ ബ്രിട്ടീഷ് മിലിറ്ററി. ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് പട്ടാളക്കാർക്ക്, അമേരിക്കൻ കോളനികളിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷ് പട്ടാളക്കാർക്ക് ആഹാരവും ഭക്ഷണവും കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ആ കോളനിയിൽ താമസിക്കുന്ന ജനങ്ങൾക്കായിരുന്നു എന്നുള്ളതാണ് നാലാമത്തെ മെർക്കന്റിലിസ്റ്റ് നിയമം. ഏറ്റവും അവസാനത്തെ 5 നിയമങ്ങളെ, 5 മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ മാത്രമേ അല്ലെങ്കിൽ 5 നിർദ്ദേശങ്ങൾ മാത്രമേ പ്രധാനമായിട്ടും ഈ മെർക്കന്റിലിസ്റ്റ് എന്ന് പറയുന്ന നയം മുന്നോട്ട് വയ്ക്കുന്നുള്ളൂ. അതിലെ ഏറ്റവും അവസാനത്തെ ഒരു നയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിയമം എന്ന് പറയുന്നത്, കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റുമതി ചെയ്യാവൂ. പ്രോഡക്റ്റ് ഓഫ് ദ കോളനീസ് ലൈക്ക് ഷുഗർ, കോട്ടൺ, ടൊബാക്കോ could be exported only for England. ഇംഗ്ലണ്ടിലോട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ പറഞ്ഞ പോലെയുള്ള പുകയില ആയാലും കമ്പിളി ആയാലും പരുത്തി ആയാലും ഇതെല്ലാം അമേരിക്കൻ കോളനികളിൽ നിർമ്മിക്കുന്ന ഇതെല്ലാം എങ്ങോട്ട് മാത്രമേ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റൂ, കയറ്റുമതി ചെയ്യാൻ പറ്റൂ? നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇംഗ്ലണ്ടിൽ മാത്രമേ കയറ്റുമതി ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈ 5 പ്രധാനപ്പെട്ട മെർക്കന്റിലിസ്റ്റ് നിയമം അല്ലെങ്കിൽ നയങ്ങളാണ് അവർ ഇവിടെ ഇംഗ്ലണ്ടുകാർ ഇവിടെ അമേരിക്കയെ അടിച്ചേൽപ്പിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം നയങ്ങളെല്ലാം അടിച്ചേൽപ്പിക്കുന്നത് അമേരിക്കയിലെ ജനങ്ങളെയും അവിടെ താമസിക്കുന്ന ആൾക്കാരെ മറ്റുള്ള എല്ലാവരെയും ബുദ്ധിമുട്ടിലാക്കുന്ന അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്യുന്ന ഒന്നാക്കി മാറി എന്നുള്ളതാണ് സത്യം. അപ്പൊ അതിനെതിരെ അവർ പ്രതികരിച്ചു തുടങ്ങി, അല്ലെ? ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ദ്രോഹിക്കുമ്പോൾ അല്ലെങ്കിൽ ഉപദ്രവിക്കുമ്പോൾ അവർ സ്വാഭാവികമായും പ്രതികരിക്കുമല്ലോ. അങ്ങനെ അമേരിക്കൻ ജനതയും ഇംഗ്ലണ്ടുകാരുടെ ഈ ചൂഷണത്തിനെതിരെ പ്രതികരിച്ചു തുടങ്ങി. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഇത്തരം ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ അമേരിക്കൻ ജനതയ്ക്ക് പ്രചോദനമായത് ഒരുപാട് ചിന്തകരുടെ ആശയങ്ങളും അവരുടെ എഴുത്തുകുത്തുകളും മറ്റുമായിരുന്നു.
അതിനുവേണ്ടി പ്രധാനമായിട്ടും മുന്നിട്ടിറങ്ങിയ രണ്ട് ചിന്തകരാണ്, ഒന്ന് ജോൺ ലോക്കും രണ്ട് തോമസ് പെയിനും. സ്ഥിരമായിട്ട് SSLC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഏതെങ്കിലും വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഒരാളെ പേര് തന്നിട്ട് ഈ ആള് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്, തോമസ് പെയിനും ജോൺ ലോക്കും ഈ രണ്ട് പേരുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ പേരുകളാണെന്ന് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ അമേരിക്കൻ വിപ്ലവം തന്നെ എഴുതണം. അപ്പോൾ തോമസ് പെയിനും ജോൺ ലോക്കും ഇംഗ്ലണ്ടുകാരുടെ ഈ ചൂഷണത്തിനെതിരെ പോരാടിയ അല്ലെങ്കിൽ പ്രവർത്തിച്ച രണ്ട് ചിന്തകരായിരുന്നു. ചൂഷണങ്ങൾ ഒരുപാടായപ്പോൾ ഇംഗ്ലണ്ടുകാർക്കെതിരെ പ്രതികരിക്കാൻ തന്നെ അമേരിക്കക്കാർ തീരുമാനിച്ചു. അവർ എങ്ങനെയൊക്കെയാണ് അമേരിക്കക്കാർ ഇംഗ്ലണ്ടിനെതിരെ പ്രതികരിച്ചത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മുടെ പാഠപുസ്തകത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അമേരിക്കൻ റവല്യൂഷൻ അല്ലെങ്കിൽ അമേരിക്കയിൽ ഒരു വിപ്ലവം ആരംഭിക്കുന്നത് ഇത് മുതലാണ്. അതായത് വെർജീനിയ ഒഴിച്ചുള്ള അമേരിക്കയിലെ 12 കോളനിയിലുള്ള ആൾക്കാർ ഫിലാഡൽഫിയ എന്ന് പറയുന്ന സ്ഥലത്ത് 1774 ഒത്തുകൂടി ഒരു മീറ്റപ്പ് സംഘടിപ്പിച്ചു. ഈ മീറ്റപ്പിൽ വെർജീനിയ എന്ന് പറയുന്ന കോളനി ഒഴിച്ച് ബാക്കിയുള്ള 12 കോളനിയിലെ ആൾക്കാർ എല്ലാവരും ഉണ്ടായിരുന്നു. ഇവർ ഇംഗ്ലണ്ടുകാർക്കെതിരെ പോരാടാൻ തന്നെ തീരുമാനിച്ചു. കാര്യം ഇംഗ്ലണ്ടുകാരുടെ ഈ മെർക്കന്റിലിസവും അതുപോലെയുള്ള ചൂഷണങ്ങളും ഒന്നും അംഗീകരിക്കാൻ ഈ അമേരിക്കയിലെ കോളനികൾ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഒത്തുകൂടി ഇനി ഇംഗ്ലണ്ടിനെതിരെ നമുക്ക് എങ്ങനെ പ്രതികരിക്കാം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാമെന്ന് ആലോചിക്കാൻ തുടങ്ങി. 1774 ഫിലാഡൽഫിയയിൽ ഇവർ 12 കോളനിയിലെ ആൾക്കാർ ഒരുമിച്ച് കൂടി. ഈ ഒരുമിച്ച് കൂടിയ ഈ സംഭവത്തെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അല്ലെങ്കിൽ അമേരിക്കൻ റവല്യൂഷനിൽ അറിയപ്പെടുന്ന പേരെന്ന് പറയുന്നത് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നാണ്. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ അവർ പ്രധാനമായും 2 ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഒന്നെന്ന് പറയുന്നത് അമിതമായ നികുതി ചുമത്തരുത്. ഇപ്പോൾ ഇംഗ്ലണ്ടുകാർ അമേരിക്കയുടെ മേൽ ഒരുപാട് വലിയ ടാക്സ് അടിച്ചേൽപ്പിക്കുകയാണ്, ടാക്സ് ഇമ്പോസ് ചെയ്യുകയാണ്. ഈ അമിതമായ നികുതി ചുമത്തൽ അവസാനിപ്പിക്കുക, അതാണ് അവർ മുന്നോട്ട് വെച്ച ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം എന്ന് പറയുമ്പോൾ വ്യാപാരത്തിനും വ്യവസായത്തിനും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിക്കുക. വ്യാപാരത്തിനും വ്യവസായത്തിനും ഇംഗ്ലണ്ടുകാർ അമേരിക്കയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിക്കുക. ഈ രണ്ടെണ്ണമാണ് അവർ മുന്നോട്ട് വെച്ച ആശയം ഈ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ. അവർ ഈ ആവശ്യങ്ങളെല്ലാം ഒരു നിവേദനം പോലെ എഴുതി തയ്യാറാക്കി അവിടുത്തെ രാജാവിന് സമർപ്പിച്ചു. ഒരു പെറ്റീഷൻ സമർപ്പിച്ചു, പെറ്റീഷൻ സബ്മിറ്റ് ചെയ്തു. ഈ പെറ്റീഷൻ രാജാവ് അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, രാജാവ് വളരെ മോശമായ രീതിയിൽ ആരോട് പെരുമാറി? ഈ കോളനിയിലുള്ള ആൾക്കാരോട് പെരുമാറി. ഇതിന്റെ ഫലമായിട്ട് ഇംഗ്ലണ്ടും കോളനിയിലെ ആൾക്കാരും ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനിയിലെ ആൾക്കാരും തമ്മിൽ ഒരു യുദ്ധം ആരംഭിച്ചു. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ ഫലമായിട്ട് അവർ ഒരുപാട് ആവശ്യങ്ങൾ, പ്രധാനമായ രണ്ട് ആവശ്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഇംഗ്ലണ്ട് രാജാവിന്റെ സന്നിധിയിൽ എത്തിക്കുകയും അദ്ദേഹം ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിനെ തുടർന്ന് ഇംഗ്ലണ്ടുകാരും അമേരിക്കക്കാരും തമ്മിൽ 1774 ഒരു യുദ്ധം ആരംഭിച്ചു. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിനെ തുടർന്ന് ഒരു യുദ്ധം ആരംഭിച്ചു. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് കൊണ്ട് അമേരിക്കക്കാരുടെ പ്രതിഷേധവും പ്രതികരണവും അവസാനിച്ചില്ല. തൊട്ടടുത്ത വർഷം, അതായത് 1775 ഇതേ സ്ഥലത്ത് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്ന അതേ ഫിലാഡൽഫിയയിൽ വെച്ച് ഈ 12 കോളനി ആൾക്കാർ വീണ്ടും ഒത്തുകൂടി. ഇതിനെ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നു. തൊട്ടടുത്ത വർഷം, അതായത് 1775 വെർജീനിയ ഒഴിച്ചുള്ള ബാക്കി 12 കോളനിയിലെ ആൾക്കാർ വീണ്ടും ഒരുമിച്ച് ഒത്തുകൂടി ഫിലാഡൽഫിയയിൽ. ഇതിനെ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് അല്ലെങ്കിൽ സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന പേര് അറിയപ്പെടുന്നു. ഈ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജോർജ് വാഷിംഗ്ടൺ. നിങ്ങളെല്ലാം കേട്ട പേരാണ്. ജോർജ് വാഷിംഗ്ടനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജോർജ് വാഷിംഗ്ടനാണ് അമേരിക്കയുടെ ഏറ്റവും ആദ്യത്തെ പ്രസിഡന്റ് ആയത് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം. അത് നമുക്ക് വഴിയെ പഠിക്കാം. ഈ ജോർജ് വാഷിംഗ്ടനെ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടക്കുന്ന സമയത്ത് കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ, അതായത് കോളനികളുടെ സൈന്യത്തിന്റെ തലവനായിട്ട് ചുമതലപ്പെടുത്തി അല്ലെങ്കിൽ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. 1775 ഫിലാഡൽഫിയയിൽ വെച്ച് നടന്ന സമ്മേളനമാണ് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത മറ്റൊന്നുമല്ല, നമ്മുടെ ജോർജ് വാഷിംഗ്ടനെ ഈ കോളനികളുടെ സൈന്യത്തിന്റെ തലവനായി തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ ചുമതലപ്പെടുത്തി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതോടൊപ്പം ഈ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടക്കുന്ന സമയത്ത് തന്നെ തോമസ് പെയിൻ എന്ന് പറയുന്ന ആൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു പേരാണ് തോമസ് പെയിൻ. തോമസ് പെയിൻ എന്ന് പറയുന്ന ആള്
ഒരു ലഘുലേഖ അടിച്ചിറക്കി. ഒരു ചെറിയൊരു ഷോർട്ട് നോട്ട് പോലെ, നമ്മൾ ചെറിയൊരു നോട്ടീസ് പോലെ അടിച്ചിറക്കി. ഈ നോട്ടീസിന്റെ പേര് കോമൺ സെൻസ് എന്നായിരുന്നു. തോമസ് പെയിൻ എഴുതിയ ആ ഒരു ചെറിയ നോട്ടീസ്, അതായത് നമ്മൾ കോമൺ സെൻസ് എന്ന പേരിലാണ് അക്കാലത്ത് അറിയപ്പെട്ടിരുന്നത്. ഈ കോമൺ സെൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിലൂടെ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും വിവേകപൂർണമായ പ്രവൃത്തി എന്ന് പറയുന്നത് ഇംഗ്ലണ്ടുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുന്നതാണ്. ഇംഗ്ലണ്ടുമായി ഇനിയും ബന്ധം തുറന്നു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് നമ്മെ ചൂഷണം ചെയ്ത് നമ്മെ നശിപ്പിക്കും, നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കും എന്ന് തോമസ് പെയിൻ കോമൺ സെൻസ് എന്ന് പറയുന്ന ചെറിയ നോട്ടീസിലൂടെ അമേരിക്കയിലെ ജനങ്ങളെ അറിയിച്ചു. ഇതെല്ലാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടക്കുന്ന സമയത്താണ് സംഭവിക്കുന്നത്. തൊട്ടടുത്ത വർഷം 1776 മൂന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസ് ആണ്, വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആണ്, ഒരു കൂട്ടമാണ്. ആ കമ്മിറ്റിയിൽ വെച്ച് കൃത്യമായി പറഞ്ഞാൽ 1776 ജൂലൈ 4 അമേരിക്ക ലോക പ്രശസ്തമായിട്ടുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ഡിക്ലറേഷൻ ഓഫ് ഫ്രീഡം അവർ പ്രഖ്യാപിച്ചു, ഞങ്ങൾ സ്വതന്ത്രരാവുകയാണ്. ഇനി ഞങ്ങൾ ഒരു രാജ്യത്തിന്റെ അടിമയല്ല, ഞങ്ങൾ സ്വതന്ത്ര രാജ്യമാണെന്ന് അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ പ്രഖ്യാപനം കഴിഞ്ഞതോടുകൂടി ഇംഗ്ലണ്ടുകാർ അമേരിക്കയുമായി ഉള്ള യുദ്ധം കൂടുതൽ കടുപ്പത്തിലാക്കി. അതിഭീകരമായ ഒരു യുദ്ധം അവിടെ നടന്നു. 1776 ജൂലൈ 4 അമേരിക്ക സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയതോടുകൂടി ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിൽ വലിയ രീതിയിലുള്ള യുദ്ധം ഉണ്ടാവുകയും ഈ യുദ്ധം 1781 അവസാനിക്കുകയാണ് ഉണ്ടായത്. നിങ്ങളുടെ പാഠപുസ്തകം നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും നടത്തിയ സ്വാതന്ത്ര്യ ദിനം, ഡിക്ലറേഷൻ ഓഫ് ഫ്രീഡം, അതിൻ്റെ അകത്ത് ആ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ 1781 ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു. 2 വർഷം കഴിഞ്ഞ്, കൃത്യമായി പറഞ്ഞാൽ 1783 പാരീസ് ഉടമ്പടി അല്ലെങ്കിൽ ട്രീറ്റി ഓഫ് പാരീസ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരു ഉടമ്പടി കൊണ്ടുവരികയും ആ ഉടമ്പടി പ്രകാരം അമേരിക്കയിലെ 13 കോളനികളും സ്വതന്ത്രരാവുകയും ചെയ്തു. അവർക്ക് ഫ്രീഡം കിട്ടി. ഇംഗ്ലണ്ട് ആ കോളനിയിലെ ഭരണം അവസാനിപ്പിച്ച് മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ 1783 പാരീസ് ഉടമ്പടി പ്രകാരം അമേരിക്കയിലെ 13 കോളനികളും സ്വതന്ത്രരായി. ഇംഗ്ലണ്ട് അവരുടെ മേലുള്ള അധികാരം പിൻവലിച്ചു. ഇത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. 1783 പാരീസ് ഉടമ്പടി നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അതിനുശേഷം വീണ്ടും ഇവരെല്ലാവരും കൂടി ഫിലാഡൽഫിയയിൽ ഒത്തുകൂടുകയുണ്ടായി. ഫിലാഡൽഫിയയിൽ ഒത്തുകൂടിയിട്ട് ഒരു സ്വന്തമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന ആവശ്യം ഉയർന്നു. അമേരിക്കയ്ക്ക് സ്വന്തമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഭരണഘടന വേണം എന്ന ആവശ്യം ഉയരുകയും അതിന്റെ ഫലമായിട്ട് ജെയിംസ് മാഡിസൺ എന്ന് പറയുന്ന ആളെ, അദ്ദേഹത്തിന്റെ പേര് മറക്കരുത്, ജെയിംസ് മാഡിസൺ എന്ന് പറയുന്ന ആളെ അമേരിക്കയുടെ ഭരണഘടന എഴുതാൻ വേണ്ടി ചുമതലപ്പെടുത്തുകയും ചെയ്തു. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം കൂടി അന്ന് നടന്നു. മറ്റൊന്നുമല്ല, സ്വതന്ത്രരായിട്ടുള്ള അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റായിട്ട് ജോർജ് വാഷിംഗ്ടനെ തിരഞ്ഞെടുത്തു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ജോർജ് വാഷിംഗ്ടൺ അമേരിക്കയിലെ ആദ്യത്തെ പ്രസിഡന്റായി. അതോടൊപ്പം ജെയിംസ് മാഡിസൺ എന്ന് പറയുന്ന ആളെ അമേരിക്കയുടെ ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാൻ വേണ്ടി ചുമതലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് അമേരിക്കൻ റവല്യൂഷന്റെ ഏറ്റവും അവസാനത്തെ ഭാഗം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ചോദ്യം കൂടി പഠിച്ചതിന് ശേഷം നമുക്ക് ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ഭാഗം പൂർണ്ണമായും അവസാനിപ്പിക്കാം. ചോദ്യം ഇതാണ്: അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പിൽക്കാല സമരങ്ങൾക്ക് എങ്ങനെ പ്രചോദനമായി, അല്ലെങ്കിൽ അമേരിക്കൻ റവല്യൂഷൻ ഇൻഫ്ലുവൻസ് ചെയ്ത ലേറ്റർ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ഇൻ ഡിഫറെന്റ് വേസ്. അതിൽ കുറച്ച് നമുക്ക് പരിശോധിക്കാം. എങ്ങനെയൊക്കെയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഈ പറഞ്ഞ പോലെ മറ്റുള്ള സമരങ്ങൾക്ക് അല്ലെങ്കിൽ ലോകത്തെ സ്വാധീനിച്ചത് അല്ലെങ്കിൽ മറ്റുള്ള സമരങ്ങൾക്ക് പ്രചോദനമായത് എന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ദ ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾ ആൻഡ് റെവല്യൂഷൻ ടു ഓൾ ഓവർ ദ വേൾഡ്. അതായത് ലോകത്ത് പിൽക്കാലത്ത് നടന്ന പല സമരങ്ങൾക്കും ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഒരു പ്രചോദനമായി. അതായത് ഇപ്പൊ നമ്മുടെ ഇന്ത്യ എടുത്താലും അല്ലെങ്കിൽ ഫ്രാൻസ് എടുത്താലും മറ്റ് ഏത് രാജ്യം എടുത്താലും അവിടെയുള്ള ആൾക്കാർ ചിന്തിച്ചു തുടങ്ങി, ഇതുപോലെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മോഡലിൽ അല്ലെങ്കിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ ചെയ്തതുപോലെ ഞങ്ങൾക്കും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടില്ല എന്ന് ചിന്തിച്ചു തുടങ്ങി. അപ്പൊ മറ്റുള്ള രാജ്യങ്ങൾക്ക് ഒരു പ്രചോദനമായി മാറിയത് ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗൈഡഡ് ഹ്യൂമൻ റൈറ്റ് ആക്ടിവിറ്റീസ്.
അല്ലെങ്കിൽ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി. ഒരു മനുഷ്യന്റെ അവകാശങ്ങളും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളും എല്ലാം സംരക്ഷിക്കുവാൻ ഉള്ള ബാധ്യത ആ രാജ്യത്തുള്ള ജനങ്ങൾക്കുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു റെവല്യൂഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു വിപ്ലവമായിരുന്നു അമേരിക്കയിലെ വിപ്ലവം. അപ്പൊ ഈ 2 പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ പുട്ട് ഫോർവേഡ് ദ കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ്, അതായത് റിപ്പബ്ലിക്കൻ ഭരണ രീതി എന്ന ആശയത്തിന് തുടക്കം കുറിച്ചു. അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ നിങ്ങൾക്ക് സംശയം വരാം, എന്താണ് റിപ്പബ്ലിക്കൻ ഭരണ രീതി എന്നുള്ളത്? റിപ്പബ്ലിക്കൻ ഭരണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഒരു ഭരണഘടനയോട് കൂടി പ്രവർത്തിക്കുന്ന രാജ്യം എന്നാണ് അർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞു 1783 പാരീസ് ഉടമ്പടി പ്രകാരം അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ ഇവരെല്ലാവരും ഫിലാഡൽഫിയയിൽ ഒത്തുകൂടി ജെയിംസ് മാഡിസൺ എന്ന് പറയുന്ന ആളെ ഭരണഘടന എഴുതാൻ വേണ്ടി തയ്യാറാക്കി അല്ലെങ്കിൽ ചുമതലപ്പെടുത്തി എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ സ്വന്തമായിട്ട് ഒരു ഭരണഘടനയോട് കൂടി പ്രവർത്തിക്കുന്ന രാജ്യത്തെയാണ് നമ്മൾ റിപ്പബ്ലിക്കൻ രാജ്യം എന്ന് പറയുന്നത്. ഈ റിപ്പബ്ലിക്കൻ രാജ്യം എന്ന ഒരു ആശയത്തിന് തുടക്കം കുറിച്ചത് അമേരിക്കയാണ്. അതാണ് ഇവിടെ പറയുന്നത്, റിപ്പബ്ലിക്കൻ ഭരണ രീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു, അല്ലെങ്കിൽ പുട്ട് ഫോർവേഡ് ദ കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ്. റിപ്പബ്ലിക്കൻ ഭരണ രീതി എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചു, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഭരണഘടനയോട് കൂടി പ്രവർത്തിക്കണം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഈ അമേരിക്കൻ റെവല്യൂഷന് ശേഷമാണ്, അല്ലെങ്കിൽ അമേരിക്കൻ വിപ്ലവത്തിന് ശേഷമാണ്. നമുക്ക് ഈ 3 പോയിന്റ് ഒന്നുകൂടെ നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പിൽക്കാല സമരങ്ങൾക്ക്, അല്ലെങ്കിൽ പിൽക്കാല സമരങ്ങൾക്കും അതേപോലെ തന്നെ പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും പ്രചോദനമായി. രണ്ടാമത്തത് മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി, അല്ലെങ്കിൽ ഗൈഡഡ് ഹ്യൂമൻ റൈറ്റ് ആക്ടിവിറ്റീസ്. മൂന്നാമത്തെന്ന് പറയുമ്പോൾ റിപ്പബ്ലിക്കൻ ഭരണ രീതി എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചു, അല്ലെങ്കിൽ പുട്ട് ഫോർവേഡ് ദ കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ്. ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എങ്ങനെ പ്രചോദനമായി എന്നുള്ളതിലെ 4ാമത്തെ പോയിന്റ്, പ്രിപ്പയർഡ് ദ ഫസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയ രാജ്യം അമേരിക്കയാണ്. അതിന് വഴിവെച്ചത് അമേരിക്കൻ വിപ്ലവം. മറക്കരുത്, പുട്ട് ഫോർവേഡ് അല്ലെങ്കിൽ പ്രിപ്പയർഡ് ദ ഫസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയ രാഷ്ട്രം അമേരിക്കയാണ്. അമേരിക്കൻ വിപ്ലവത്തിന് ശേഷം അമേരിക്ക സ്വതന്ത്രമായപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെയിംസ് മാഡിസനെ നമ്മുടെ ഭരണഘടന എഴുതാൻ വേണ്ടി ചുമതലപ്പെടുത്തി. അങ്ങനെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി, അല്ലെങ്കിൽ പ്രിപ്പയർഡ് ദ ഫസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ. 5ാമത്തെയും അവസാനത്തെയും പോയിന്റ് എന്ന് പറയുമ്പോൾ കോൺട്രിബ്യൂട്ടഡ് ടു ദ കൺസെപ്റ്റ് ഓഫ് ഫെഡറൽ സിസ്റ്റം ദാറ്റ് എൻഷ്യൂർഡ് ഫ്രീഡം. അതായത് സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ഫെഡറൽ ആശയം എന്ന ഒരു ആശയം മുന്നോട്ട് വച്ചു. എന്താണ് ഫെഡറൽ ആശയം അല്ലെങ്കിൽ ഫെഡറൽ സിസ്റ്റം? സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന, നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ 28 സംസ്ഥാനങ്ങളുണ്ട്. ഈ 28 സംസ്ഥാനങ്ങൾക്കും അതിൻ്റെതായ സംസ്ഥാനങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടുള്ള ചില സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതുപോലെ അമേരിക്കയിലും അങ്ങനെയാണ്. അമേരിക്കയിൽ ഫെഡറൽ സിസ്റ്റമാണ്. അതായത് സംസ്ഥാനങ്ങൾക്ക് കൂടി സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വച്ചു. ഈ ചോദ്യത്തോടു കൂടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ഒരു എസ്സേ നമ്മൾ തീർത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങളുടെ പാഠപുസ്തകവുമായി ചേർത്ത് വെച്ച് മാത്രമേ ഈ ക്ലാസ് കേൾക്കാവൂ. ഈ ക്ലാസ് കേൾക്കുന്ന സമയത്തോടൊപ്പം ക്ലാസ് കേട്ട് കഴിഞ്ഞതിന് ശേഷം പാഠപുസ്തകം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന പാഠം വളരെ വൃത്തിയായ രീതിയിൽ വായിക്കണം. അതിനുശേഷം നിങ്ങളുടേതായ രീതിയിൽ ഒരു ചെറിയ നോട്ട് പ്രിപ്പയർ ചെയ്യണം. ലെക്ചർ നോട്ട് എന്ന് പറയുന്ന ഒരു ചെറിയ നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. നേരിൽ കാണുന്ന അവസരത്തിൽ ആ നോട്ട് തിരുത്തി എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ തെറ്റുകളോ ഉണ്ടെങ്കിൽ തിരുത്തി തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുക. ക്ലാസ് കേട്ടതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഹോംവർക്കായിട്ട് ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന എസ്സേ നിങ്ങളൊരു നോട്ട് പോലെ തയ്യാറാക്കുക, ലെക്ചർ നോട്ട് പോലെ തയ്യാറാക്കി വെക്കുക. നേരിൽ കാണുന്ന അവസരത്തിൽ തിരുത്തി തരുന്നതാണ്. അപ്പോൾ ഇത്ര നേരം എൻ്റെ ക്ലാസ് കേട്ട് ഈ ക്ലാസ്സിൻ്റെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അടുത്ത ഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ പഠിപ്പിച്ച ഭാഗങ്ങളെല്ലാം വൃത്തിയായി വായിക്കുക, വൃത്തിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും ആശംസകൾ നേരുന്നു.